എല്ലാവരുടെയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടിങ് കണ്ട ഒരു എപ്പിസോഡായിരുന്നു ഇത്. വലിയ ഒരുപാട് മാറ്റങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതെങ്ങനെയാണ് ഈ സ്റ്റോറിനെ ബാധിക്കുന്നത്, നമ്മൾ കണ്ടപ്പോൾ വിട്ടുപോയ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസോ മീനിങ്സോ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. രാജാവിന്റെ മകനാണ് മരിച്ചിരിക്കുന്നത്. കിങ്സ് ലാൻഡിങ്ങിൽ കെയോസ് തന്നെയാണ് മൊത്തത്തിൽ. ഈ ഒരു സമയത്ത് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്ന് ഒരാൾക്ക് ഒരു പിടിയില്ല. ഏഗോണൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. ദേഷ്യം കൊണ്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഏഗോൺ ഉള്ളത്. ഏഗോന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മകനായിരുന്നു ജെഹേറസ്. അവനെയാണ് ഇവർ കൊന്നത്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ ഏമണ്ടിന്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടുപിടിക്കും. ആക്ച്വലി ഇവര് കൊല്ലാൻ വന്നത് എന്നെയാണ്. അവരെ ഹിഡൻ പാസേജിലൂടെ നേരെ വന്നിരിക്കുന്നത് എന്റെ റൂമിലേക്കാണ്. ലാസ്റ്റ് എപ്പിസോഡിലെ ഏമണ്ടും കോളും കൂടെ ഇങ്ങനെ ഒരു മാപ്പിൽ കുറെ കോയിൻസ് വെച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഏമണ്ട് വന്ന് നോക്കുമ്പോൾ അതൊന്നും അവിടെ ഇല്ല. ആ കോയിൻസ് ഒക്കെ തട്ടി താഴെ ഇട്ടിരിക്കുകയാണ്. ഈ എല്ലാത്തിനും കാരണം ഏമണ്ട് ആണെന്നുള്ള ഒരു ചിന്ത ഏമണ്ടിന്റെ മനസ്സിലുണ്ട്. ഏമണ്ട് ചെയ്തൊരു കാര്യത്തിന്റെ റിയാക്ഷൻ ആണല്ലോ ഇത്. ലുസീറസിനെ കൊന്നത് കൊണ്ടാണ് ഇവർ ഇന്ന് ജെഹേറസിനെ കൊന്നത്. അപ്പൊ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഏമണ്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള ഏമണ്ടിന്റെ കാര്യം ഈ എപ്പിസോഡിൽ. മടങ്ങി വീണ്ടും കിങ്സ് ലാൻഡിങ്ങിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻസിന്റെ ഒരു മീറ്റിംഗ് ആണ്, ഇവരുടെ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഓട്ടോ എന്ന ആളുണ്ടല്ലോ, ആള് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. ഫുൾ ടൈം ചതിയാണ് മൂപ്പരുടെ ഒരു സംഭവം. എന്നാലും മൂപ്പരുടെ ഒരു പൊളിറ്റിക്കൽ മൈൻഡിനെ നമ്മൾ കാണാതെ പോകരുത്. എന്ത് പ്രശ്നം വന്നാലും, അതായത് ഇയാളുടെ ഗ്രാൻഡ് സന്റെ കുട്ടിയാണ് ഇവിടെ മരിച്ചിരിക്കുന്നത്, എന്നിട്ട് പോലും ഓട്ടോയ്ക്ക് ഒരു പ്രശ്നമില്ല. ദേഷ്യപ്പെടാതെയും റിവെഞ്ച് ഇപ്പൊ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കാതെയും എന്താണോ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് മാത്രമാണ് ഓട്ടോന്റെ ചിന്ത. ഓട്ടോ ഒരു കാര്യം പറയും, ഇപ്പൊ വെറുതെ ദേഷ്യപ്പെട്ട് ഓരോന്ന് ചെയ്യേണ്ട സമയമല്ല. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം സിമ്പതി നേടിയെടുക്കുക എന്നതാണ്. ഇങ്ങനെ ഒരു ചെറിയ കുട്ടി മരിച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടിയുടെ ബോഡി എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചുകൊണ്ട് ഒരു ഫ്യൂണറൽ നടത്തണം. അത് എല്ലാവരും കണ്ടിട്ട്, ഈ ജനങ്ങൾ മൊത്തം അത് കണ്ടിട്ട്, ആർക്കെങ്കിലും ഇപ്പോഴും റെനീറയാണ് ശരിക്കും രാജാവ് ആവേണ്ടത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മാറ്റിയെടുക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് ഈ ഒരു മരിച്ച കുട്ടിനെ കൊണ്ട് നമ്മൾ നേടിയെടുക്കണം എന്ന ശരിയായ ഒരു പൊളിറ്റീഷ്യനെ പോലെ ഓട്ടോ ഇവിടെ സംസാരിക്കും. അപ്പൊ ഇതൊന്നും കേൾക്കാൻ അവിടെ ആർക്കും താല്പര്യമില്ല. ഏഗോണൊക്കെ അവിടെ ദേഷ്യം വന്ന് ഇപ്പൊ ആരെയും കൊല്ലണം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അവിടേക്കാണ് നമ്മുടെ ലാരിസ് വരുന്നത്. ലാരിസിനെ അറിയാലോ, ലാരിസ് ഇല്ലെങ്കിൽ ഈ ഗ്രീൻസ് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ ആ ഒരു വില ഇവർ ഇയാൾക്ക് നൽകുന്നുണ്ടോ അത് ഇല്ലതാനും. ലാരിസ് വന്നിട്ട് പറയും, ബ്ലഡിനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നത്, അയാളെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും. ബ്ലഡിന്റെ കയ്യിൽ ജെഹേറസിന്റെ തലയുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ പറയും. ഡെയ്മൺ ഇവരോട് പറഞ്ഞത് സൺ ഫോർ എ സൺ എന്നാണ് പറഞ്ഞത്, ഒരാളുടെ തലയെടുത്തിട്ട് വരണം എന്നാ പറഞ്ഞത്, എന്നാല് ബാക്കി പേയ്മെന്റ് തരുള്ളൂ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ബ്ലഡ് എന്ത് ചെയ്തു, ജെഹേറസിനെ കൊന്നിട്ട് ആ കുട്ടിയുടെ തലയെടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് പിടിക്കപ്പെട്ടത്. അപ്പൊ മീറ്റിംഗ് അവിടെ അവസാനിച്ചു. എന്നിട്ട് ബ്ലഡിനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാണ് ലാരിസ്. ബ്ലഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഒരു കാര്യം പറയും, റാറ്റ് കാച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അയാളാണ് എനിക്ക് വഴികളൊക്കെ കാണിച്ചു തന്നത്, അയാളുടെ പേരും നാളൊന്നും എനിക്ക് അറിയില്ല, അയാൾ ഒരു റാറ്റ് കാച്ചർ ആണ്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയും. സംഭവം നമ്മുടെ ചീസിനാണ് ഉദ്ദേശിക്കുന്നത്. ചീസിന്റെ ശരിക്കുള്ള പേര് എന്താണെന്നോ ഏതാണെന്നോ ആർക്കും അറിയില്ല. ബുക്കിൽ ആക്ച്വലി ചീസിനെ കണ്ടുപിടിക്കുന്നതേ ഇല്ല, ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ചീസിനെ. അങ്ങനെ ബ്ലഡിന്റെ കയ്യിൽ നിന്ന് ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇയാളെ കൊണ്ട് ആവശ്യമൊന്നുമില്ല. ഏഗോൺ വന്നിട്ട് ബ്ലഡിനെ അടിച്ചു കൊല്ലുകയാണ്. ഏഗോൺ അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലാരിസ് തന്നെയാണ് ഏഗോനെ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഫ്യൂണറൽ നടക്കുകയാണ്. ഒരു പരേഡ് തന്നെയാണ് നടത്തുന്നത്. ഓട്ടോ പറഞ്ഞ പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ പരേഡിന്റെ ഇടയിൽ തന്നെ ഇവർ വിളിച്ചു പറയുന്നുണ്ട് ഇത് റെനീറയാണ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ. അപ്പൊ ആർക്കൊരു ഡൗട്ട് ഒന്നുമില്ല, നാട്ടുകാർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ മരിച്ചതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആവും. അത് തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ സിമ്പതി ഇതുകൊണ്ട് അവർ നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്യൂണറിൽ ഹെലീനയും കൂടിയുണ്ട്. ഈ ഹെലീന ഒരു ഇൻട്രോവേർട്ട് പോലെ, അതായത് ഒരു ഡ്രീം സ്റ്റേറ്റിലാണ് എപ്പോഴും. അതും പോലെഞ്ഞിട്ട് ഒരു ഷോക്കിലൂടെ കടന്നു പോയതാണ്. സ്വന്തം മകനെ കൺമുന്നിൽ വെച്ചിട്ട് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ആർക്കായാലും ഷോക്കാവും. അപ്പൊ അങ്ങനെ ഒരു ഷോക്കുള്ള ഒരു സ്റ്റേറ്റിലാണ് ഹെലീന ഉള്ളത്. അപ്പൊ ഹെലീന ഇത്രയും ആൾക്കാരിനെയൊക്കെ കാണുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. ആലിസന്റ് ആണ് സമാധാനിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഗ്രീൻസിന് ഇപ്പൊ ഇത്രയും സപ്പോർട്ട് ഉണ്ടല്ലോ എന്നുള്ള കാര്യം. ആ സപ്പോർട്ടൊക്കെ അപ്പൊ തന്നെ ഏഗോൺ നശിപ്പിക്കും. ബ്ലഡ് പറഞ്ഞിട്ടുണ്ട് ഏതൊരു റാറ്റ് കാച്ചർ ആണ് ഇതിന്റെ പിന്നിലെന്ന്. ഏഗോൺ അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള എല്ലാ റാറ്റ് കാച്ചറിനെയും പിടിച്ചിട്ട് കൊന്നിട്ട് നാട്ടുകാരുടെ മുന്നിൽ കെട്ടി തൂക്കിയിടും. ഒരു പവർ കാണിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ചീസ് ഇവിടെ മരിച്ചതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. ബുക്കിൽ ആക്ച്വലി ചീസ് മരിക്കുന്നില്ല, ചീസ് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ബുക്കിലുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ബ്ലഡ് മരിച്ചു,
മരിച്ചു, ചീസ് മരിച്ചു, ആ കൊട്ടേഷൻ വന്ന രണ്ടുപേരും മരിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡ്രാഗൺ സ്റ്റോണിലേക്കാണ്. അവിടെ ബ്ലാക്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. റെനീറിയും ഡെയ്മനും റെയ്നിസും ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ. റെനീർ ആകെ ഷോക്ക്ഡ് ആണ്. എന്തിനാണ് എല്ലാവരും എന്നോട് പറയുന്നത്? ഞാനാണോ കൊന്നത്? അല്ലല്ലോ. ഞാൻ കൊല്ലിച്ചതാണോ? അതുമല്ല. പിന്നെ എന്തിനാണ് ഞാൻ ചെയ്തു എന്ന് എല്ലാവരും പറഞ്ഞു നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയും ഇതൊരു ലോജിക് ആയിട്ടുള്ള കാര്യമല്ലേ, റെനീറിന്റെ ഒരു മകനെ അവര് കൊന്നു, അപ്പൊ റെനീർ അവരുടെ മകനെ കൊന്നു, അതിപ്പോ അവരുടെ ചെറിയ കുട്ടിയായി പോയത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഈ ഒരു വർത്താനത്തിന്റെ ഒക്കെ ഇടയിൽ ഒരാൾ മാത്രം ഭയങ്കര സൈലന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഡെയ്മൺ ആണത്. ഡെയ്മൺ ചെയ്തത് എന്താണെന്ന് ഡെയ്മന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഈ കാര്യം റെനീറയ്ക്ക് മനസ്സിലാവും. കുറച്ച് കാലമായല്ലോ ഡെയ്മനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഇവര് തമ്മിൽ ഊക്കൻ അടിയാവും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരൊറ്റ ഡയലോഗ് റെനീറയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എയ്മണ്ടിനെ വേണം, സൺ ഫോർ എ സൺ, എനിക്ക് എയ്മണ്ടിനെ വേണമെന്ന് അത്രയും കലിപ്പിലാണ് റെനീറ വന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഡെയ്മൺ പോയിട്ട് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു തന്നെ. ബ്ലഡ് ആൻഡ് ചീസ് ആണ് ആക്ച്വലി ചെറിയ കുട്ടിനെ കൊന്നത്. ഡെയ്മൺ കൊല്ലാമെന്ന് പറഞ്ഞിട്ടില്ല, ഡെയ്മൺ എയ്മണ്ടിനെയാണ് കൊല്ലാൻ പറഞ്ഞത്. അപ്പൊ മുഴുവനായിട്ട് കുറ്റം ഡെയ്മണിനെ പറയാനും പറ്റില്ല. പക്ഷെ റെനീറ ഫുൾ കുറ്റപ്പെടുത്തും. എനിക്ക് നിന്നോടുള്ള ട്രസ്റ്റ് പോയി എന്നൊക്കെ പറയും. മൊത്തത്തിൽ രണ്ടുപേരും അടിച്ചു പിരിയും. ഡെയ്മൺ എന്ത് ചെയ്യും? ഡ്രാഗൺ എടുത്തിട്ട് ഒറ്റ പോക്കാണ്. മിക്കവാറും ഹാരൻ ഹാളിലേക്ക് ആയിരിക്കണം. ഹാരൻ ഹാളിലാണ് ഇനി കളികൾ മൊത്തം നടക്കുന്നത്. ഈ ഹാരൻ ഹാളിൽ ഇപ്പോൾ ഉള്ള ആള് ഏഗോന്റെ സപ്പോർട്ടറാണ്. ഈ ഹാരൻ ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പിടിച്ചാലേ കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഇവർക്ക് എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആര് ഹാരൻ ഹാൾ പിടിക്കുന്നോ അവർക്കാണ് ഈ യുദ്ധത്തിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക. മിക്കവാറും അടുത്ത എപ്പിസോഡിൽ തന്നെ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. അപ്പൊ ഈ അടിയൊക്കെ കഴിഞ്ഞിട്ട് റെനീറിന്റെ അടുത്തേക്ക് ആര് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലെ വരും. ബെയിലിന് ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ് സീസണിൽ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. റെനീർ ഒരു കാര്യം ആവശ്യപ്പെടും. നിന്റെ ഡ്രാഗൺ ഉണ്ടല്ലോ, മൂൺ ഡാൻസർ, നീ ആ മൂൺ ഡാൻസറിനെ എടുത്തിട്ട് കിങ്സ് ലാൻഡിങ്ങിലെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം, നീയാണ് അത് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ ഇത്രയും വലിയൊരു മിഷനൊക്കെയാണ് ബെയിലയോട് ഏൽപ്പിക്കുന്നത്. അപ്പൊ അത് ചുമ്മാ ഒന്നും ആവില്ല. ബെയിലിക്ക് വലിയ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഒരു സീസണിൽ. അതേപോലെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ബെയിലിയും ജെയ്സും അവരുടെ കല്യാണം നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു സീനും കൂടെ കാണിക്കുന്നുണ്ട്. അവര് അവരുടെ അച്ഛന്മാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛന്മാരൊക്കെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഇട്ടിട്ട് പോവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഡെയ്മനെ കുറിച്ചാണ് പറയുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് കിങ്സ് ലാൻഡിങ്ങിലേക്ക് തന്നെയാണ്. നമുക്ക് ആരെയും കാണുമ്പോഴേ മോന്ത അടിച്ചൊന്ന് കൊടുക്കാൻ തോന്നില്ലേ? ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നത് ഈ ക്രിസ്റ്റ്യൻ കോളിനെ കാണുമ്പോഴാണ്. റെനീറിന്റെ അടുത്ത് വലിയ ഡയലോഗ് അടിച്ചിട്ട് റെനീർ എന്നെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തില് സൂയിസൈഡ് ചെയ്യാൻ പോയ ആളാണ് ക്രിസ്റ്റ്യൻ കോള്. എന്ത് കാരണം കൊണ്ടാണോ റെനീറയോട് ദേഷ്യപ്പെട്ടത് അതേ കാര്യമാണ് ഇപ്പൊ ക്രിസ്റ്റ്യൻ കോള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവന്റെ ഊള ഓരോ റീസൺസ് നമ്മൾ കേൾക്കണം. എന്തൊരു അവസ്ഥയാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്റ്റ്യൻ കോള് കാരണമാണ് ആ മരണമേ നടന്നത്. മര്യാദയ്ക്ക് പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാതെ ആലിസന്റിന്റെ കൂടെ ആ രാത്രി കോള് പോയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു മരണം തന്നെ നടന്നത്. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കോളിന്റെ ഒരു കാഞ്ഞ ബുദ്ധി നമുക്ക് കാണാം. ഇപ്പൊ ഈ കുറ്റം ആരുടെയും തലയിൽ കൊണ്ട് ഇടണം. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഇരട്ടകൾ ഉണ്ടല്ലോ, എറിക്കും ആരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ ആരിക്കാണ് ഗ്രീൻസിന്റെ കൂടെ കിങ്സ് ലാൻഡിങ്ങിൽ ഉള്ളതെന്ന്. അപ്പൊ ആരിക്കിനെ വന്ന് കാണും കോള്. എന്നിട്ട് പറയും, സത്യം പറ, നീയല്ലേ ഇവിടുത്തെ ചാരൻ, നിന്റെ ബ്രദർ അങ്ങോട്ട് പോയതല്ലേ, അപ്പൊ നീയും ബ്രദറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഇല്ലാണ്ട് ഇരിക്കില്ലല്ലോ, നീയല്ലേ അവർക്ക് ഇന്നലെ വഴി കാണിച്ചു കൊടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ലാണ്ട് ആരിക്കിന്റെ അടുത്ത് ചൂടാവും. എന്നിട്ട് ഒരു മിഷൻ കൊടുക്കും കോള് ആരിക്കിന്റെ അടുത്ത്. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ട്രൈറ്റർ അല്ല എന്ന് നീ എന്നെ പ്രൂവ് ചെയ്യ്, നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വെച്ച് പിടിക്ക്, റെനീർ എന്നെ കൊന്നിട്ട് വാ. അപ്പൊ ചോരയ്ക്ക് ചോരാന്നുള്ള ഒരു കാര്യം നീ ചെയ്തു എന്ന് എല്ലാവരും അറിയും. അങ്ങനെ നീ വലിയൊരു സംഭവമായി മാറും. നിനക്കാവുമ്പോ നിന്റെ അതേ മുഖച്ചായുള്ള ഒരു അനിയൻ അവിടെ ഉണ്ടല്ലോ, അപ്പൊ നിന്നെ ഒന്നും ആരും സ്റ്റോപ്പ് ചെയ്യില്ല. എത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നിനക്ക് ഈസി ആയിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് നടന്നു പോവാ, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് ക്രിസ്റ്റ്യൻ കോള് പറഞ്ഞു കൊടുക്കും. ഈ കോളാണ് കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ കോള് പറഞ്ഞത് കേൾക്കാനേ വഴിയുള്ളൂ. അപ്പൊ ആരിക്ക് അങ്ങനെ സമ്മതിക്കുകയാണ്. ഇതൊരു സൂയിസൈഡ് മിഷൻ ആണെന്ന് ആരിക്കും അറിയാം, കോളിനും അറിയാം, ഇത് കാണുന്ന നമുക്കും അറിയാം. ഇനി നമുക്കൊന്ന് ഡ്രാഗൺ സ്റ്റോൺ വരെ പോയിട്ട് വരാം. ഡ്രാഗൺ സ്റ്റോണിൽ ഇപ്പൊ റെനീറ മാത്രമേ ഉള്ളൂ, ഡെയ്മണൊക്കെ പോയല്ലോ. അപ്പൊ റെനീറ മിസേറിനെ വിളിക്കും. മിസേറി ഇപ്പോഴും അവിടുത്തെ ജയിലിലാണ് ഉള്ളത്. മിസേറിനോട് ചോദിക്കും, സത്യം പറ, എന്തായിരുന്നു ഡെയ്മൺ ചെയ്തത്? നീയല്ലേ ഡെയ്മൺ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? മിസേറിയ പറയും, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, 2 പേരുകൾ മാത്രം ഞാൻ നൽകി, അല്ലാതെ ഈ കൊട്ടേഷനിലും ഈ മിഷനിലും ഒന്നും എനിക്ക് പങ്കില്ല, ആ കുട്ടിനെ കൊന്നതൊന്നും ഞാനല്ല എന്നുള്ള കാര്യം പറയും. പിന്നെ അതേപോലെ മിസേറിന്റെ പാസ്റ്റ് പറയും. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയെന്നറിയോ? ഗ്രീൻസിനോടും എനിക്ക് ഒരു താല്പര്യമില്ല, ബ്ലാക്സിനോടും എനിക്ക് താല്പര്യമില്ല, എന്നെ ഒന്ന് വിട്ടാൽ മാത്രം മതി. ഡെയ്മൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ 2 പേരുടെ പേര് പറഞ്ഞു തന്നാ എന്നെ ഈ പ്രസിന്ന് റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റെനീറ ഇപ്പൊ ചെയ്യണം എന്നുള്ള കാര്യം പറയും. അപ്പൊ റെനീറ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരാളാണ്. അനാവശ്യമായിട്ട്
തീർച്ചയായിട്ടും ആരെയും ദ്രോഹിക്കണമെന്നും റെനീർക്കില്ല. അപ്പൊ റെനീർ എന്ത് പറയും, ശരി നീ ഒരു കാര്യം ചെയ്യ്, നീ പെക്കോ, ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്നെ ചതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ പെക്കോ എന്ന് പറഞ്ഞിട്ട് മിസേരിനെ പറഞ്ഞു വിടും. അപ്പൊ മിസേരി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് മിസേരി ആരെ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ആരിക്കിനെ കാണും. മിസേരിക്ക് ഒരാളെ കണ്ട കാര്യമൊക്കെ മനസ്സിലാവും. ആരിക്ക് ഡ്രാഗൺ സ്റ്റോണിൽ വന്ന് ഇറങ്ങുന്ന സമയത്താണ് മിസേരി നടന്നു പോകുന്നത്. അപ്പൊ ആരിക്ക് ഡ്രാഗൺ സ്റ്റോണിൽ എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുന്നത് മിസേരിയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറെ പുതിയ ആൾക്കാരിനെ ഇവരിങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. വലിയ സീനുകളൊന്നും അല്ല, എന്നാൽ അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ് കാണിച്ചു പോകുന്നത്. അത് ആരൊക്കെയാന്ന് നോക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ ലോർഡ് കോളിസ് ഉണ്ടല്ലോ, സീ സ്നേക്കിന്റെ കൂടെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആലിൻ എന്നാണ് ഇയാളുടെ പേര്. ആലിനാണ് സീ സ്നേക്കിനെ രക്ഷിച്ചത് എന്നുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആലിന് ഒരു ബ്രദർ ഉണ്ട്. ബ്രദറിന്റെ പേരാണ് ആഡം. ഈ ആഡമിനെ നമ്മളൊന്ന് നോക്കി വെക്കണം. ഈ ആഡമും ആലിനും ഈ ബുക്കിൽ വലിയ റോളുകളാണ് ഉള്ളത് ഈ യുദ്ധത്തിൽ. ഇവിടെ ഇപ്പൊ ഇവർ എന്ത് ചെയ്യുന്ന അറിയില്ല, എന്നാൽ അതിന്റെ ചില സൂചനകൾ ഇവർ നൽകുന്നുണ്ട്. ലോർഡ് കോളിസിന്റെ നേവിയിലുള്ള ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് തന്നെ ലോർഡ് കോളിസിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കപ്പലിൽ യുദ്ധം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ ആഡം ഒരു ഡ്രാഗൺ എങ്ങനെ നോക്കുന്ന ഒരു സീനും ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് വരും എപ്പിസോഡിൽ കാണാൻ പറ്റുമായിരിക്കും. ഇതേപോലെ ഒരു ക്യാരക്ടറാണ് ഹ്യൂ ഹാമർ എന്നുള്ള ക്യാരക്ടർ. ലാസ്റ്റ് എപ്പിസോഡിൽ രാജാവിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പൈസ മാത്രമേ ഇദ്ദേഹം ചോദിക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ്. അപ്പൊ ഓരോ വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെയൊക്കെ പൈസ അഡ്വാൻസ് ആയിട്ട് കുറച്ച് തരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അത് കണ്ടപ്പോൾ ഒരു ഡൗട്ട് വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ബുക്കിൽ ഇങ്ങനെയൊന്നും അല്ല ഹ്യൂ ഹാമറിന്റെ ക്യാരക്ടർ, ഭാര്യയും കുട്ടികളും ഒന്നും ഇല്ല. അപ്പൊ ആ ഹ്യൂ തന്നെയാണോ ഈ ഹ്യൂ എന്ന് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഏകദേശം മാറിയിട്ടുണ്ടെങ്കിലും ഒരു പുതിയൊരു നെറേറ്റീവ് ആണ് ഹ്യൂ ഹാമറിന് ഇവർ നൽകിയിരിക്കുന്നത്. ഹ്യൂ ഹാമറിന് കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാര്യയുണ്ട്, അവർക്കൊരു മകളും ഉണ്ട്. മകൾക്ക് എന്തോ ഒരു അസുഖം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവർക്കാണെങ്കിൽ പൈസയും ഇല്ല, വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല മര്യാദയ്ക്ക്. അപ്പൊ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ് വീട്ടിൽ, അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഈ ബുക്കിലെ ഹ്യൂ ഹാമർ തന്നെ ആണെങ്കിൽ വലിയൊരു റോളാണ് ഇദ്ദേഹത്തിനും ഈ യുദ്ധത്തിന്റെ സമയത്ത് ഉണ്ടാവുക. അപ്പൊ ഇയാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ ഒരു ചെറിയൊരു സീനും കൂടെ കാണിക്കുന്നത് റെയ്നിസിനെയും കോർലിസിനും കൂടെ കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു ബെഡ്റൂമിൽ വെച്ചിട്ട് അവർ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അല്ല അവർക്കും ചില ഡൗട്ടുകളുണ്ട്. അതായത് ഈ ഡെയ്മനും റെനീറയും ഇവർക്ക് ആർക്കെങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഡെയ്മൺ അപ്പ ചെയ്തു കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു ഡൗട്ട് ഉണ്ട്. ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് പോവും. ഈ പവർ ഡൈനാമിക്സിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. അപ്പൊ ഇവർ തന്നെ പറയുന്നുണ്ട് ഡെയ്മൺ ഹാരൻ ഹാള് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് റെനീറയ്ക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ഡെയ്മൺ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ അവസാനിക്കുമെന്നും പറയുന്നുണ്ട്. ഇനിയാണ് ഇവിടെ വലിയ കുറെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഏഗോൺ നേരത്തെ പറഞ്ഞു എല്ലാ റാറ്റ് ക്യാച്ചറിനെയും പിടിച്ചിട്ട് കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാരൊക്കെ കണ്ടിട്ട് ആകെ ടെൻഷൻ ആയിട്ടുണ്ട്. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള പല ആൾക്കാരും അതിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് ഓട്ടോ നേരെ ഏഗോന്റെ അടുത്തേക്ക് വരികയാണ്. ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. കുറെ ചീത്ത പറയും. അതേ റൂമിൽ നമ്മുടെ ക്രിസ്റ്റൻ കോളും ഉണ്ട്. എന്ത് പണിയാണ് നീ ചെയ്തത്, എന്നോട് ചോദിക്കാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് കാരണം നമ്മൾ ഉണ്ടാക്കിയ സിമ്പതിയൊക്കെ നഷ്ടപ്പെട്ടില്ലേ, നിനക്കൊരു കുന്തോ അറിയില്ല, നീ ഒരു മണ്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പൊ ഏഗോൺ പറയും ഈ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാനൊരു വീക്ക് ആയിട്ടുള്ള ഒരു രാജാവാണെന്ന് എല്ലാവരും വിചാരിക്കും. എനിക്കത് വേണ്ട, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് എല്ലാവരും അറിയണം, എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കുന്ന എല്ലാവരും അറിയണം, അതിന് തന്നെയാണ് ഞാൻ അത് ചെയ്തത് എന്നൊക്കെ പറയും. അതേപോലെ ക്രിസ്റ്റൻ കോള് എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരിക് ഉണ്ടല്ലോ, ആരിക്കിനെ ഒറ്റയ്ക്ക് റെനീറിനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ പറയും. അപ്പൊ ഇതൊക്കെ കേട്ട് ഓട്ടോയ്ക്ക് ഭ്രാന്താവും. നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്തുണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചീത്ത പറയാൻ തുടങ്ങും. അപ്പൊ ഏഗോൺ ഒരു കാര്യം പറയും, പറഞ്ഞതൊക്കെ മതി, നിങ്ങളിപ്പോ രാജാവിന്റെ ഹാൻഡ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിങ്ങളെ ഫയർ ചെയ്യാണ്, നിങ്ങൾ എന്റെ അച്ഛന്റെ ഹാൻഡ് ആണ്, എന്റെ ഹാൻഡ് അല്ല എന്നുള്ള കാര്യം പറയും. അപ്പൊ ഈ ഡയലോഗ് കഴിഞ്ഞ എപ്പിസോഡിൽ ലാരിസ് ആണ് ഏഗോണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതേ ഡയലോഗ് ഏഗോൺ ഓട്ടോന്റെ അടുത്ത് പറയും. അപ്പൊ ബുദ്ധി എവിടെന്നാ വന്നത്, ആ ഒരു സ്പാർക്ക് ആരാ ഇട്ടുകൊടുത്തതെന്ന് നമുക്കറിയാലോ, ലാരിസ് ആണ്. ഇങ്ങനെയാണ് ലാരിസ് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏഗോന്റെ ഹാൻഡ് പോയി, ഇനി പുതിയൊരു ഹാൻഡ് വേണമല്ലോ, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കോളിനെ, നമ്മുടെ ക്രിസ്റ്റൻ കോളിനെ ഹാൻഡ് ആക്കും. നല്ല ആളിനെയാണ് ഹാൻഡ് ആക്കുന്നത്. ക്രിസ്റ്റൻ കോൾ അമ്മേനെ എന്താ ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൻ കോളിന് ഹാൻഡ് ഉണ്ടാവില്ല. ആകെ ബുദ്ധിയുള്ള ഒരാളായിരുന്നു ഓട്ടോ, അയാളെ ഇവര് പുറത്താക്കും. അപ്പൊ ഇനി നമ്മളൊരു ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോവാണ്. ആരിക്ക് ഈസി ആയിട്ട് ഡ്രാഗൺ സ്റ്റോണിന്റെ അകത്ത് കിടക്കും. കാരണം ഇവന്റെ രണ്ടുപേരിനെയും കാണാൻ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരിക്ക് വന്ന് ആ റെനീറിന്റെ റൂമെത്തും. റെനീറിനെ ഇപ്പൊ കൊല്ലും എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് എറിക്ക് വരുന്നത്. എറിക്ക് വന്നിട്ട് ഇവര് തമ്മിൽ വലിയൊരു ഫൈറ്റ് ആണ്. നല്ല മികച്ചൊരു ഫൈറ്റ് തന്നെയായിരുന്നു അത്. അവസാനം ആര് മരിക്കും, ആരിക്ക് മരിക്കും. റെനീറിനെ കൊല്ലാൻ വന്ന ആള് മരിക്കും. എറിക്ക് തന്നെയാണ് കൊല്ലുക. അപ്പൊ എറിക്ക് ഇങ്ങനെ കൊന്നിട്ട് ഈ ഫൈറ്റിൽ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ നിന്നാ മതി. എറിക്ക് എന്ത് ചെയ്യുന്ന വെച്ച്
കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യും. ഞാൻ കാരണമാണല്ലോ ഇങ്ങനെ ഒരു കാര്യം വന്നത്, റനീറിനെ ഇങ്ങനെ ഒരാള് കൊല്ലാൻ വന്നത് തന്നെ ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് എറിക് സൂയിസൈഡ് ചെയ്യും. ശരിക്കും നോക്കുകയാണെങ്കിൽ റനീർക്ക് വലിയൊരു നഷ്ടമാണത്. അത്രയും ലോയൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എറിക്. അതേപോലെ യുദ്ധത്തിനായാലും ഫൈറ്റിങ്ങിനായാലും വലിയ സ്കില്ലുള്ള ഒരാൾ കൂടെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾ റനീറിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സൂയിസൈഡ് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എറിക് മരിച്ചു, ആരിക്ക് മരിച്ചു. ഈ അണ്ണൻ തമ്പിയുടെ കഥ അതോടെ അവസാനിക്കുകയാണ്. നമ്മൾ അവസാനം കാണുന്നത് ആലിസന്റിനെയാണ്. ആലിസന്റ് വന്ന് നോക്കുമ്പോൾ ഏഗോൺ ഇങ്ങനെ കരയാണ്. ഏഗോണ് ഈ ഒരു മരണം അദ്ദേഹത്തിനെ തളർത്തിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് കരിയാണ്. അപ്പൊ ഇത് ആലിസന്റ് കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ആലിസന്റ് പോയി സമാധാനിപ്പിക്കുകയാണെന്ന്. അതൊന്നും ആലിസന്റ് ചെയ്യില്ല. ആലിസന്റ് നേരെ വന്നിട്ട് ക്രിസ്റ്റ്യൻ കോളിന്റെ അടുത്ത് വരും. എന്നിട്ട് വീണ്ടും ഇവര് തമ്മിൽ സെക്സ് ചെയ്യുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് സെക്കൻഡ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിന്റെ എല്ലാ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും അതുകൂടെ കാണണം. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ നല്ലൊരു വീഡിയോയിൽ ഇനി കാണാം. ബൈ.